സംഗീതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ്റെ നീ എൻ്റെ സംഗീതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ്റെ ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ സർവ്വവുമാ ഈശോയിലേക്ക് നോക്കി പാടാൻ പ്രിയമുള്ളവരെ. പൂർണ്ണ ഹൃദയമോടെ തേടും നിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ സർവ്വവുമാ ജീവിക്കുന്ന കർത്താവിത നമ്മുടെ മധ്യേ. പ്രിയമുള്ളവരെ, ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈശോയുടെ കൂടെയായി പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ്റെ സംരക്ഷണം സ്വീകരിക്കുവാൻ, അതെ, അവൻ എൻ്റെ രക്ഷകനാണ്. ആമേൻ, ആമേൻ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ സർവ്വവുമാ. ചേർന്ന് പാടാം, ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്നു. ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ സർവ്വവുമാ. അവനിലേക്ക് നോക്കി പാട് പ്രിയമുള്ളവരെ. അവൻ്റെ സാന്നിധ്യം ഇന്ന് ഞാൻ അനുഭവിക്കുന്ന എല്ലാ ദുഃഖ ദുരിത വേദനകളെയും ഉത്കണ്ഠയ്ക്കും സന്തോഷമായി മാറട്ടെ. എങ്കിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ദിവ്യഗാനത്തെ നോക്കി പാടി പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഏറെ നമ്മെ തകർക്കുന്ന അവസ്ഥയാണ്. എല്ലാ തരത്തിലും നമ്മെ ഏറെ വേദനിപ്പിക്കുന്നു. ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലാകുമ്പോൾ ഭാരപ്പെട്ട മനസ്സുമായിട്ടാണ് നാം എല്ലാവരുമായിരിക്കുക. ഈ കൊറോണ രോഗാവസ്ഥ അത്രമാത്രം നമ്മെ ഭാരപ്പെടുത്തുന്നു, നമ്മെ വേദനിക്കുന്നു, നമ്മെ തകർക്കുന്നു. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മെ എല്ലാം വേദനയുടെ 1000 ഓർമ്മകൾ തന്നുകൊണ്ടിരിക്കുന്നു ഈ കൊറോണ രോഗവും അനുബന്ധമായ അവസ്ഥയും. പ്രിയമുള്ളവരെ, എവിടെയും ദുഃഖസാന്ദ്രമായ നിമിഷമാണ്, ശോകമോഹമായ അവസ്ഥകൾ. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ധ്യാനകേന്ദ്രത്തിലേക്ക് ഞാനൊന്ന് ചെന്നു. എല്ലാം അടച്ചിട്ടിരിക്കുക. എന്നിരുന്നാലും ശനിയാഴ്ച ശുശ്രൂഷ നടക്കുന്ന സ്റ്റേജിൽ ചെന്നപ്പോൾ എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരങ്ങൾ ഒത്തിരി യുവജനങ്ങൾ പ്രാർത്ഥനയ്ക്ക് വരുന്ന സ്റ്റേജാണ്. അവിടെ നിന്നപ്പോൾ ഞാൻ ആ അൾത്താരേക്ക് നോക്കിയപ്പോൾ ആരോ
എന്നെ വിളിക്കുന്ന പോലെ എനിക്ക് തോന്നുകയാണ്. എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരത്തെ ശുശ്രൂഷ കഴിയുമ്പോൾ കുറേ മക്കൾ കയ്യൊപ്പ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിൽക്കും. ഞാനൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ 2 മക്കളുമായിട്ട് അവൻ കയ്യൊപ്പ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി എല്ലാ ശനിയാഴ്ചത്തെ ശുശ്രൂഷയും നിൽക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ആ സ്റ്റേജിലേക്ക് നോക്കി നിന്നപ്പോൾ അറിയാതെ അവൻ്റെ സ്വരം കേൾക്കുന്ന പോലെ, പിന്നേച്ച ഒന്ന് പ്രാർത്ഥിക്കുമോ? തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ ആരെയും കണ്ടില്ല. അതെൻ്റെ മനസ്സിന് തോന്നലായിരുന്നു. കാരണം അതിൻ്റെ തൊട്ടുമുന്നേ ദിവസമാണ് കോവിഡ് ബാധിച്ച് ആ സഹോദരൻ മരിച്ചത്. പ്രിയമുള്ളവരെ, ഈ ആരാധനയെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റു തരത്തിൽ ഈ തരം ദുഃഖത്തിൻ്റെ വേദനയുടെ ഓർമ്മകളുണ്ട്. എങ്കിൽ ഈ ദുഃഖത്തിന്, ഈ വേദനകൾക്ക് ശാശ്വതമായ പരിഹാരം തമ്പുരാന് മാത്രമേ തരുവാൻ സാധിക്കൂ എന്ന് നാം തിരിച്ചറിയുന്നു. എന്നാൽ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മറക്കരുത് പ്രിയമുള്ളവരെ, തമ്പുരാന് മാത്രമേ എന്നെ അനുഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. തമ്പുരാന് മാത്രമാണ് ഈ മഹാവിപത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം ധ്യാനിക്കുന്ന പോലെ, നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. എങ്കിൽ ദൈവസന്നിധിയിലേക്ക് നമ്മുടേതായ ഈ കോവിഡുമായി അനുബന്ധമായ എല്ലാ ദുഃഖങ്ങളും വേദനകളും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എല്ലാ മക്കളും കണ്ണുകളടച്ച് പിടിച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമ്മുടെ മനസ്സ് ഉയർത്തിക്കൊണ്ട് ഒരു ഗാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവമേ, നിനക്ക് മാത്രമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. തൂവെള്ളമോസ്തിയിൽ വാഴുമെൻ്റെ ദൈവമേ, വാഴുവാൻ വന്നിടൂ എൻ്റെ ഹൃത്തിലും. തൂവെള്ളമോസ്തിയിൽ വാഴുമെൻ്റെ ദൈവമേ, വാഴുവാൻ വന്നിടൂ എൻ്റെ ഹൃത്തിലും. തുഷാരബിന്ദു പോലെ അനഘമാക്കണേ, തുഷാരബിന്ദു പോലെ അനഘമാക്കണേ. തിന്മയാ മൂടുമെൻ്റെ മാനസം, നാദാരാധന. കരങ്ങൾ വീശി പാടാം. ഈശ്വരയ്ക്ക് നോക്കി കരങ്ങൾ വീശി പാടി പ്രാർത്ഥിക്കാം. ആരാധന, നിത്യം ആരാധന, നാദാരാധന, നാദാരാധന, പാടാമാരാധന, നിത്യം ആരാധന. ദൈവമേ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ നിലവിളി കേട്ടുകൊണ്ട് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചുകൊണ്ട് എന്നെ അനുഗ്രഹിക്കുമെന്ന്, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി മാറുമെന്ന് അരുളിച്ചെയ്ത പൊന്നുതമ്പുരാനെ, ഇതാ ഞങ്ങൾ നിലവിളിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് മൺമറഞ്ഞ് ഈ ഭൂമിയിൽ നിന്നും എന്നേക്കുമായി വിട ചൊല്ലിയ മക്കളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
വേർപാട് ദുഃഖഭാരമായി ജീവിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിരന്തരമായി മാറണമേ, നിരന്തരമായി മാറണമേ കർത്താവേ. ആഴിയേക്കാളാഴമേറും സ്നേഹമേ, ബലികല്ലിൽ വിരിയും നറുപുഷ്പമേ. ആഴിയേക്കാളാഴമേറും സ്നേഹമേ, ബലികല്ലിൽ വിരിയും നറുപുഷ്പമേ. കരുതുന്ന സ്നേഹമേ യേശുവേ, കരുണതൻ വറ്റാത്ത ഉറവയേ, കരുണതൻ വറ്റാത്ത ഉറവയേ. നാഥ ആരാധന. ചേർന്ന് പാടാം, ആരാധിച്ച് പാടി പ്രാർത്ഥിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് നമ്മുടെ ഭാരങ്ങളെല്ലാം അവൻ്റെ പക്കലേക്ക് സമർപ്പിക്കുമ്പോൾ അവൻ ആശ്വാസമായി മാറും. ഭയത്തിൻ്റെതായ എല്ലാ അവസ്ഥയിൽ നിന്നും അവൻ നമ്മളെ മോചിപ്പിക്കും. എങ്കിൽ ഈ കൊറോണയും അനുബന്ധമായ അവസ്ഥകൾ, എന്നെ ഭാരപ്പെടുത്തുന്ന ഒത്തിരി ഓർമ്മകൾ തീർച്ചയായിട്ടും എന്നോടൊപ്പം യാത്ര ചെയ്തവർ ഇന്ന് കൂടെയില്ല. എന്നോടൊപ്പം എൻ്റെ ഭവനത്തിലുണ്ടായ എൻ്റെ പ്രിയപ്പെട്ട ജീവിത പങ്കാളി, എൻ്റെ മക്കൾ, എൻ്റെ സമൂഹത്തിലെ മറ്റംഗങ്ങൾ പലരും എനിക്ക് നഷ്ടമായ അവസ്ഥയിൽ ദൈവമേ ഞാൻ സമർപ്പിക്കുന്നു. നിനക്ക് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി ശാശ്വത പരിഹാരമായി മാറാൻ സാധിക്കൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കർത്താവിന് മാത്രമാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും ഈ ലോകത്തിനും പരിഹാരമായി മാറാൻ സാധിക്കൂ എന്നത് ആ വിശ്വാസം നമുക്ക് ഏറ്റുപറയാം. നിയമാവർത്തനം 33:26 നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല, നിന്നെ സഹായിക്കാൻ അവിടുന്ന് വികായസിലൂടെ മഹത്വപൂർണനായി മേഘത്തിന്മേൽ സഞ്ചരിക്കുന്നു. ഹൃദയത്തോട് കരങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ വചനം വിശ്വാസത്തോടെ നമുക്ക് ഏറ്റുപറയാം. എൻ്റെ കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ ഭൂമിയിൽ ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഈ അനുഭവത്തിൻ്റെ ഈ ദുരന്തത്തിന് കാരണമായ കൊറോണ വൈറസിനെ നിർവീര്യമാക്കാൻ കർത്താവേ അങ്ങേക്ക് മാത്രമേ സാധിക്കുള്ളൂ. ദൈവമേ, നിന്നെപ്പോലെ ഈ ഭൂമിയിൽ ആരുമില്ല ഞങ്ങളെ സഹായിക്കാൻ. എങ്കിൽ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നി നീ ഞങ്ങളെ സഹായിക്കണമേ. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യനാഥൻ്റെ ശക്തി ഇതാ എന്നിലേക്കും എൻ്റെ കുടുംബത്തിലേക്കും ഞാനുമായി ബന്ധപ്പെട്ട എല്ലാ മക്കളിലേക്കും വ്യാപരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു നിമിഷം എല്ലാ മക്കളും കണ്ണുകൾ അടച്ചു പിടിക്കാം. ഈ ശുശ്രൂഷയുടെ പങ്കെടുക്കുന്ന മക്കൾ, അതുപോലെ തന്നെ ലോകത്തിൽ വിവിധ ഭാഗത്തു നിന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ നിയോഗങ്ങളെയും സമർപ്പിക്കാം. എല്ലാ മക്കളും കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് നിങ്ങളെത്തിന് പൂർണ്ണമായി സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, എൻ്റെ നിലവിളിക്ക് കർത്താവ് ഉത്തരമായും മാറും. സങ്കീർത്തനം 34:6 ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്: ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതയിൽ നിന്നും അവൻ രക്ഷിക്കുകയും ചെയ്തു. നമുക്കിത് മാത്രമേ, പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ മുന്നിൽ ഒരു വഴിയുള്ളൂ.
ഞാൻ ലോകത്തിലേക്ക് നോക്കിക്കൊണ്ട് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. എൻ്റെ ദൈവത്തിന് മാത്രമാണ് എന്നെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ. അതാണ് പ്രിയമുള്ളവരെ, ഞാൻ നിലവിളിച്ചപ്പോൾ കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിൽ നിന്നും അവിടുന്ന് എന്നെ രക്ഷിച്ചു. എങ്കിൽ ദൈവമേ, ഞങ്ങൾ സമർപ്പിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളുടെ മനസ്സിൻ്റെ വിഷമതകൾ, വേദനകൾ, ദുഃഖങ്ങൾ എല്ലാം കർത്താവ് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഒപ്പം പ്രിയമുള്ളവരെ, നമ്മുടെ ദുഃഖഭാരം ആഴപ്പെടുത്തുന്ന മറ്റൊന്നാണ് നമ്മുടെ ഭവനത്തിൽ നിന്നും മരിച്ചുപോയ അനേക മക്കൾ. ഈ നിമിഷം നമ്മൾ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇതാ പ്രിയമുള്ളവരെ, മെമ്മോറിയൽ ക്യാൻഡിൽ എന്നൊക്കെ പറയും. ഈ തിരി അതായി നമ്മൾ കാണുക. മെമ്മോറിയൽ തിരി എന്ന് പറയുമ്പോൾ ഇവിടെ കത്തിയിരിക്കുന്ന ഓർമ്മയുടെ ഈ തിരി പ്രകാശമായ തമ്പുരാൻ്റെ സാന്നിധ്യമാണ്. അച്ഛൻ പറഞ്ഞത്, ഇപ്പോൾ ഈ തിരി ഇവിടെ ഈശോട് ചേർത്ത് വെച്ച് കത്തിച്ചിരിക്കുന്ന നിമിഷത്തിൽ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഭൂമിയിൽ നിന്നും ഈ അടുത്ത കാലത്ത് കൊറോണ രോഗത്താൽ മരിച്ച് മൺമറഞ്ഞു പോയ എല്ലാ പ്രിയപ്പെട്ട സ്വന്തക്കാരും ബന്ധക്കാരും സുഹൃത്തുക്കളെല്ലാം ഓർക്കുന്ന നിമിഷമായി ഇത് മാറുന്നു. ഈ തിരി ഇവിടെ കത്തുന്ന നിമിഷത്തിൽ തമ്പുരാൻ്റെ ചേർന്ന് നിൽക്കുന്ന ഈ മെമ്മോറിയൽ ക്യാൻഡിൽ ഓർമ്മ തരുന്ന മറ്റൊരു കാര്യമാണ്, പ്രകാശമായ കർത്താവിനോടൊപ്പമാണ് നമ്മിൽ നിന്നും വേർതിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ. അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ തിങ്ങുന്ന മനസ്സിൽ നിറഞ്ഞിരിക്കുക. എത്രയോ മക്കൾക്ക് അന്ത്യചുംബനം പോലും കൊടുക്കുവാൻ സാധിക്കാത്ത തരത്തിൽ എന്നേക്കുമായി നമ്മുടെ ജീവിതത്തിൽ അസാന്നിധ്യമാണെങ്കിലും ഇന്നും സാന്നിധ്യമായിരിക്കുന്നു. പ്രിയമുള്ളവരെ, അവരെ ഈശോയുടെ പക്കലേക്ക് സമർപ്പിക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ ഓർക്കുക, ഈ മെമ്മോറിയൽ ക്യാൻഡിൽ ഇവിടെ കത്തുന്ന നിമിഷം ഒരു സഹോദരിയുടെ ആ സഹോദരി ഫോൺ സന്ദേശമാണ് ഓർക്കുന്നത്. ആ സഹോദരി പറഞ്ഞു, ബെന്നിയച്ച, ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ ഞാനും എൻ്റെ ഭർത്താവും ഒരുമിച്ചാണ് ആശുപത്രിയിലേക്ക് പോയത്. എൻ്റെ ഭർത്താവിന് അല്പം പനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് പനി മൂർച്ഛിച്ചു. അവർ ആശുപത്രിയിലെ സ്റ്റാഫ് എൻ്റെ ഭർത്താവിനെ ICUയിലേക്ക് കൊണ്ടുപോയി. പിന്നീട് എനിക്ക് ഭർത്താവിനെ കാണാൻ സാധിച്ചില്ല. ദുഃഖത്തിൻ്റെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നു. അതിനുശേഷം ആ മകൾ പറഞ്ഞു, എൻ്റെ കയ്യിലേതായിപ്പോൾ ഭർത്താവിൻ്റെ ഓർമ്മ നിലനിൽക്കുവാൻ ഒരു പിടിച്ചാരം പോലെ ഒരു ബോക്സ് എന്ന്. ആ മകൾ പറഞ്ഞത് ആ ഫോൺ പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ഇങ്ങനെ ദുഃഖഭാരത്താലിരിക്കുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കുക, വേർപാടിൻ്റെ ദുഃഖം നിൻ്റെ ഹൃദയത്തിൽ ഇരുട്ടായി മാറിയിട്ടുണ്ടെങ്കിൽ ഈ മെമ്മോറിയൽ ക്യാൻഡിൽ ഈശോയുടെ സാന്നിധ്യം നിൻ്റെ ഹൃദയത്തിൽ പ്രകാശമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രകാശം നമ്മെ നിത്യതയിലേക്ക് കൊണ്ടുപോകുന്ന തമ്പുരാൻ്റെ സാന്നിധ്യം. പ്രിയമുള്ളവരെ, ഈ മെമ്മോറിയൽ ക്യാൻഡിൽ നമ്മിൽ നിന്നും വേർപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ സ്വർഗത്തിൽ ദൈവത്തോട് കൂടിയാണെന്ന ചിന്ത ഈ മെമ്മോറിയൽ ക്യാൻഡിൽ തരുന്നു. ഒരു നിമിഷം കൂടി ഈ ലോകത്തിൽ നിന്നും വേർപിരിഞ്ഞു പോയ എല്ലാ ആത്മാക്കളെയും ഓർക്കാൻ പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സങ്കീർത്തനം 57:1 പറയുന്നുണ്ട്, മഹാമാരി അവസാനിക്കോളം ദൈവമേ ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ അഭയം കണ്ടെത്തുമെന്ന്. സങ്കീർത്തനം 57:1. സാധിക്കുന്ന മക്കളെല്ലാം മുട്ടുമേ നിൽക്കാം. എന്നിട്ട് വിശ്വാസത്തോടുകൂടി നമ്മൾ ഈ വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പുറമായിട്ടും പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, തമ്പുരാൻ്റെ സംരക്ഷണ വലയത്തിലായി നമ്മെ സമർപ്പിക്കുവാൻ വേണ്ടി തമ്പുരാനെ കൃപയാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുട്ടുമേ നിന്നുകൊണ്ട് 2 കരങ്ങളും ഈശോയ്ക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട്
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ. ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. അങ്ങിലാണ് ഞാൻ അഭയം തേടുന്നത്. അങ്ങിലാണ് ഞാൻ അഭയം തേടുന്നത്. വീണ്ടും ഈശോട് പറയാം, വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. ആണ് പ്രിയമുള്ളവരെ, ഈ മഹാവിപത്ത് ഈ ഭൂമിയിൽ നിന്നും പോകുന്നവരെ ദൈവം തരുന്ന സംരക്ഷണത്തിൻ്റെ ചിറകിൻ കീഴിൽ നമുക്ക് താഴ്മയോടെ ഇരിക്കാം. അപ്പം പ്രിയമുള്ളവരെ, അച്ഛൻ ചൊല്ലിത്തന്ന പ്രാർത്ഥന എല്ലാ മക്കളും ഏറ്റുചൊല്ലണം. തമ്പുരാനിലേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനായ ദൈവമേ, ആരോഗ്യവും ആയുസ്സും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നാനാവിധ രോഗങ്ങൾ മൂലം ക്ലേശിച്ചിരിക്കുന്നവരെയും പിശാച് ബാധിതരെയും മറ്റും അത്ഭുതകരമായി സൗഖ്യമാക്കിയ അങ്ങയുടെ തിരുസുതനെ ഞങ്ങൾക്ക് രക്ഷകനായി നൽകിയതിന് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ നാടിനെ ഗ്രസിക്കുകയും ഞങ്ങളെ ആകുലരാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസ് എന്ന പകർച്ചവ്യാധിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവമേ, ഇസ്രായേൽക്കാരെ ബാധകളിൽ നിന്നും രക്ഷിക്കുകയും സുരക്ഷിതമായി വാഗ്ദാനം ചെയ്യപ്പെട്ട സ്ഥലത്ത് എത്തിക്കുകയും ചെയ്ത അങ്ങ് എല്ലാ പകർച്ചവ്യാധികളിൽ നിന്നും ഞങ്ങളെയും സുരക്ഷിതമായി കാത്തു പരിപാലിക്കണമേ. ആമീൻ. നാം അർപ്പിക്കുന്ന ബലിയർപ്പണത്തിലൂടെ, എൻ്റെ പ്രാർത്ഥനയിലൂടെ, പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈ മഹാമാരി എന്നേക്കുമായി ഇല്ലാതാകും. എങ്കിൽ പ്രിയമുള്ളവരെ, നമുക്കിപ്പോൾ കൊറോണ രോഗമായി ആയിരിക്കുന്ന മക്കൾ, അതിൻ്റെ തീവ്രതയിൽ ആശുപത്രിയിലായിരിക്കുന്ന മക്കൾ, ഇവരെല്ലാം ഓർത്തുകൊണ്ട് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മക്കളും ഈശോയിലേക്ക് നോക്കുന്നു. എന്നിട്ട് ഓരോ മക്കളെയും നോക്കി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയുണ്ട്. എല്ലാ മക്കളും ഈശോയിലേക്ക് നോക്കണം. എന്നിട്ട് ഓരോ മക്കളെയും ഈ അൽത്താരയിൽ ഈശോയുടെ പക്കലേക്ക് സമർപ്പിക്കണം. എന്നിട്ട് മാർപ്പാപ്പ പഠിപ്പിച്ച പ്രാർത്ഥന, ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: ഈശോയുടെ തിരുരക്തം ഞാൻ എൻ്റെ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്നു, ഒരു വൈറസും എന്നെ തോൽപ്പിക്കാനാവില്ല. ആമേൻ. വിശ്വാസത്തോടുകൂടി നാം പറയാണ്: പൊന്നു ദിവ്യകാരുണ്യനാഥ, അങ്ങ് ചിന്തിയ തിരുരക്തം എൻ്റെ ശരീരത്തിൽ ഞാൻ കുത്തിവെക്കുന്നു, ഇഞ്ചക്റ്റ് ചെയ്യുന്നു, ഒരു വൈറസും എന്നെ താർക്കത്തില്ല. വിശ്വാസത്തോടെ പറഞ്ഞേ പ്രിയമുള്ളവരെ. ഒപ്പം തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോൾ കൊറോണ രോഗബാധിതരായ മക്കളെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. 2 പ്രാവശ്യം ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കും. 1 നമുക്ക് വേണ്ടി, 2 നാം ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ആ മക്കൾക്ക് വേണ്ടി. എങ്കിൽ ഈ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുരക്തം ഞാൻ എൻ്റെ ശരീരത്തേക്ക് കുത്തിവെക്കുന്നു, ഒരു വൈറസും എന്നെ തോൽപ്പിക്കത്തില്ല. ആമേൻ. പ്രാർത്ഥിച്ചു. വീണ്ടും എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ കടന്നു വരുന്ന ഓരോ മക്കളെയും സമർപ്പിക്കാം. ഈശോയുടെ തിരുരക്തം ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും ശരീരത്തെ കുത്തിവെക്കുന്നു, ഒരു വൈറസും ആ മക്കളെ തോൽപ്പിക്കത്തില്ല. ആമേൻ. പ്രിയമുള്ളവരെ, ഇതുപോലെ നമുക്ക് ഈശോയിലേക്ക് നോക്കി പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഒരു വൈറസും തോൽപ്പിക്കാൻ പറ്റാത്ത തരത്തിൽ തമ്പുരാൻ്റെ രക്തം, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിലും നാം വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈ ഒരു പ്രാർത്ഥന വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാൻ്റെ ശരീരവും രക്തവും എൻ്റെ ശിരസ് മുതൽ ഉള്ളം കാല് വരെ ഉള്ള എൻ്റെ ശരീരത്തിലേക്ക് ശക്തിയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ രക്തമുള്ളപ്പോൾ
യേശുവിൻ്റെ ശരീരം എൻ്റെ ഉള്ളിലുള്ളപ്പോൾ ഒരു കൊറോണ രോഗം പടർത്തുന്ന വൈറസിനും സ്ഥാനമില്ല. ആ വൈറസ് എല്ലാം ഇപ്പോൾ എൻ്റെ കർത്താവിൻ്റെ രക്തം നിർവീര്യമാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. പ്രിയമുള്ളവരെ ഓർക്കുക, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മൾ ദൈവത്തിൻ്റെ സംരക്ഷണമാണ് ആവശ്യപ്പെട്ട് പ്രാർത്ഥിച്ചത്. ദൈവത്തോടു കൂടെ ആയിരുന്നുകൊണ്ടാണ് നാം സംരക്ഷണം പ്രാർത്ഥിച്ചത്. എങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച പോലെ കർത്താവേ, ഈ കൊറോണ എന്ന മഹാവ്യാധി ഈ ഭൂമിയിൽ നിന്നും മാറുന്നവരെ ഈശോയെ നിൻ്റെ സംരക്ഷണം എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം പ്രിയമുള്ളവരെ, ഞാനർപ്പിക്കുന്ന പ്രാർത്ഥനയിലൂടെ, ഞാനർപ്പിക്കുന്ന ബലിയർപ്പണത്തിലൂടെ, ഞാനർപ്പിക്കുന്ന ജപമാല പ്രാർത്ഥനയിലൂടെ, മറ്റു പ്രാർത്ഥനയോടും എല്ലാം നാം ഈശോയുടെ കൂടെയായി ഈ ലോകത്തെ മഹാവിപത്തിലേക്ക് കൊണ്ടുപോകുന്ന ഈ മഹാവ്യാധിക്കെതിരെ, മഹാമാരിക്കെതിരെ നമുക്ക് നമ്മുടെ ശുശ്രൂഷകൾ ദൈവസന്നിധി സമർപ്പിക്കാം. ദാവീദും അഹ്റോനും ഫിൻഹാസും ചെയ്തപോലെ തമ്പുരാനെ മുറുകെ പിടിച്ച് നമുക്കും ശുശ്രൂഷ ചെയ്യാം. പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും ഭയമല്ല, കരുതലാണ് ആവശ്യമെന്ന് നമ്മുടെ അധികാരികൾ പറയുമ്പോൾ തീർച്ചയായിട്ടും കരുതൽ നമുക്ക് വേണം. ഒപ്പം മറക്കാത്ത ഒരു കാര്യമുണ്ട്, കരുതൽ നമുക്ക് ആവശ്യം. ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ കരുതൽ. എങ്കിൽ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ ഞങ്ങളുടെ കരുണയായിരിക്കണം. നിൻ്റെ കാരുണ്യം ജനത്തിന് മേൽ, ഭൂമിയുടെ മേൽ, ലോകത്തിന് മേൽ വ്യാപരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതേ പ്രിയമുള്ളവരെ, തമ്പുരാൻ്റെ കരുതലിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.